ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തുണ്ട്, എല്ലാവർക്കും സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്നത്തെ എൻ്റെ വിശേഷം എന്ന് പറയുന്നത് ഞാനൊന്ന് എറണാകുളം വരെ പോകുന്നതാണ് കേട്ടോ. ഒരു ട്രാവലിംഗ് വ്ളോഗാണ്. എറണാകുളം വരെ പോകേണ്ട ഒരു ചെറിയ ആവശ്യം ഉണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് പോകുന്നത്. കൂടാതെ തന്നെ ചെറുതായിട്ടൊന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ചു. എനിക്ക് ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യാൻ വളരെയധികം ഇഷ്ടമാണ് കേട്ടോ. നമുക്ക് സീറ്റും കൂടി ഉണ്ടെങ്കിൽ എൻജോയബിളാണ്, അല്ലാന്നുണ്ടെങ്കിൽ പാടുപെടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ റിപ്പബ്ലിക് ഡേൻ്റെ ലീവൊക്കെ സംബന്ധിച്ചിട്ട് ഒരുപാട് തിരക്കുണ്ടായിരുന്നു, ട്രെയിനൊക്കെ ബുക്ക്ഡായിരുന്നു. അതുകൊണ്ട് തന്നെ സീറ്റും കാര്യമൊക്കെ വളരെ കൺജസ്റ്റഡ് ആയിരുന്നു. അങ്ങനെ 6 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ എറണാകുളം എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ ഭക്ഷണം കഴിക്കാൻ കയറി. നല്ല ചോറും വറവും പിന്നെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. എന്തായാലും എൻജോയ് ചെയ്ത് കഴിച്ചു. അവിടുന്ന് നേരെ നമ്മൾ കളമശ്ശേരിയിലേക്കാണ് പോയത്. അപ്പം നമ്മൾ പോയത് മെട്രോ ട്രെയിൻ വഴിയാണ്. അങ്ങനെ മെട്രോയിലേക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മെട്രോ ട്രെയിന് വേറെ തന്നെ ഒരു സംഭവമാണ് കേട്ടോ. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ നമ്മളെന്തോ ഫ്ലൈറ്റിലെങ്ങാനും കയറിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടായത്. ഒരുപാടൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. 7 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളെ ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. അധികം തിക്കും തിരക്കും ഒന്നും ഇല്ലാത്തൊരു ട്രെയിനായിരുന്നു. അതുകൊണ്ട് നല്ല സീറ്റൊക്കെ അവൈലബിൾ ആയിരുന്നു. പിന്നെ പുറമേയുള്ള കാഴ്ചകൾ നല്ല ഹൈറ്റിലാണല്ലോ പോകുന്നത്, അതുകൊണ്ട് തന്നെ കാണാൻ നല്ല രസമായിരുന്നു. അങ്ങനെ കളമശ്ശേരി എത്തിയതിന് ശേഷം എനിക്ക് 2-3 ആവശ്യങ്ങളുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വെറുതെ വൈകുന്നേരം ആയപ്പോൾ മെറൈൻ ഡ്രൈവിലേക്ക് വന്നതാണ്. അപ്പോൾ അവിടുത്തെ ബോട്ടിങ് നല്ല സൂപ്പറാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട്. അതുപോലെ ഈ പോകുന്ന വഴിക്കൊക്കെ ഓരോ കാഴ്ചകളുണ്ടെന്നും പറയുന്ന കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഫോണിൽ ചാർജ് ഇല്ലാത്തതുകൊണ്ട് അധികം വീഡിയോസൊന്നും ഇല്ല. ഒരുപാട് കാഴ്ചകളുണ്ടായിരുന്നു. അപ്പോൾ പറ്റുന്നതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണുന്ന ഓരോ രംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ കാണുന്ന ബിൽഡിംഗ് ഉണ്ട് എൻ്റെ ബാക്കിൽ, എന്തൊരു രസമാണെന്നറിയോ. ഇതൊക്കെ ഈ കായലിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ നല്ലതുപോലെ ആസ്വദിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. ഇത്രയും അടിപൊളിയായിട്ടുള്ളൊരു സംഭവം ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കുറച്ച് സംഭവങ്ങളെല്ലാം ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ചെയ്തതാണ് കേട്ടോ, ഈ ഒരു ഐലൻഡ്. പിന്നെ അതുപോലെ തന്നെ ഓരോ സംഭവങ്ങളുണ്ടായിരുന്നു. എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് അറിയില്ല. അത് ആൾ പറഞ്ഞത് കുറച്ച് ക്ലിയർ ആയിട്ട് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ബോട്ടിലുണ്ടായ ആൾ ഓരോന്നേ പരിചയപ്പെടുത്തി തരുന്നുണ്ടായിരുന്നു, പക്ഷെ അത് ശരിക്കും ക്ലിയർ ഉണ്ടായിട്ടിരുന്നില്ല. അതുകൊണ്ട് എനിക്കും പറഞ്ഞുതരാൻ പറ്റുന്നില്ല. ഇത് ഈ കാണിക്കുന്ന ഓരോ സംഭവങ്ങളുണ്ടല്ലോ അങ്ങേ ദൂരത്തുള്ളത്, ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് അവർ ചെയ്തതാണെന്ന് പറഞ്ഞു. ഈ ടൂറിസ്റ്റുകാർക്ക് വേണ്ടിയിട്ട് വിസിറ്റ് ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ കാണുന്ന കപ്പലുണ്ടല്ലോ, ഇത് സൗദി അറേബ്യയിൽ നിന്ന് ഓയിൽ കൊണ്ടുവന്ന കപ്പലാണ് കേട്ടോ. 9 കിലോമീറ്റർ വരെ ഇതിൻ്റെ പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓയിൽ ടാങ്കറിലേക്ക് നിറക്കാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും കൗതുകം തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ. ഇത്രയും വല്ല കപ്പൽ അടുത്തൊന്നും നമുക്ക് കാണാൻ പറ്റും എന്നുള്ളത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനും സംഭവം കാണാൻ വേണ്ടിയിട്ട് വലിയ കപ്പലാണ്. അപ്പോൾ മുൻഭാഗമെല്ലാം കാണുമ്പോൾ ഏകദേശം ടൈറ്റാനിക് കപ്പലിനെല്ലാം പോലെ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ടൈറ്റാനിക്കിൻ്റെ കപ്പലും ഇതിനെക്കാട്ടിയും വലുതായിരിക്കുമല്ലോ. അങ്ങനെ കപ്പലൊക്കെ കണ്ട് ആസ്വദിക്കുന്നതിനിടയ്ക്ക് ഇവിടെ ഒരു സീനുണ്ടായിരുന്നു. ഇവിടെ നടുക്കൊരു ഐലൻഡ് പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ നിറച്ചു നമ്മുടെ കൊക്കില്ലേ, കൊച്ചകൾ, അത് നിറച്ചു ഇതുപോലെ ഇങ്ങനെ നിറഞ്ഞു കിടപ്പുണ്ടായിരുന്നു. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഒന്നിച്ച് പറക്കുന്നു, എന്തൊക്കെയോ. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത്.
ഇവിടുന്ന് എനിക്ക് സർപ്രൈസിങ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന പാലസ് ഉണ്ടല്ലോ, വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാലസാണ്. നിങ്ങൾ മൈ ബോസ്, വെള്ളി നക്ഷത്രം എന്ന് പറയുന്ന സിനിമകളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു പാലസിന് നിങ്ങൾക്ക് അറിയാതിരിക്കില്ല. അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു പാലസാണ്. ഞാൻ തന്നെ കണ്ടിട്ട് അതിശയിച്ചു പോയി. സത്യത്തിൽ ഈ സംഭവങ്ങളൊക്കെ കാണുമെന്നുള്ളത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സർപ്രൈസിങ് ആയിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷം തോന്നി അങ്ങനെ ഒരു പാലസ് കാണാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ ഈ പാലസിൻ്റെ പേര് എന്ന് പറയുന്നത് ബോൾഗാട്ടി പാലസ് എന്നാണ്. കൂടെ തന്നെ അവർ ഐലൻഡ് റിസോർട്ടും ഇവിടെ ആക്കിയിട്ടുണ്ട്. അതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു, പുറമേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കാണണമെന്നും കൂടി ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് അതിന് മാത്രം ടൈമില്ല. ട്രെയിനിൽ പോകുന്നത് കൊണ്ട് തന്നെ നമ്മൾ അതിനനുസരിച്ചിട്ട് നീങ്ങണമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിങ് വെച്ചിട്ട് നമ്മൾ ഈ കറക്കമൊക്കെ ഉള്ളത് കേട്ടോ. എങ്കിലും ഈ ഒരു പാലസ് കണ്ട് നിൽക്കാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര നൊസ്റ്റാൾജി ആയിരുന്നു. നമ്മൾ ആ ഒരു മൂവിയിലെല്ലാം ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതുപോലുള്ളൊരു സാധനം നമ്മൾ നേരിട്ട് കാണുമ്പോൾ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മുടെ MG ശ്രീകുമാറിൻ്റെ വീട് തന്നെ കുറച്ചപ്പുറത്തേനും ഉണ്ടായത്. അത് നമുക്ക് ശരിക്കും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. എങ്കിലും അവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ഈ ബോട്ടിലുള്ള അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മളൊരു ബ്രിഡ്ജ് ഉണ്ടല്ലോ അവിടുത്തെ ഫേമസ് ആയ, അവിടെയും കൂടി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും എൻ്റെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നിരുന്നു. അതുകൊണ്ട് അതൊന്നും ഷൂട്ട് ചെയ്തില്ല. അങ്ങനെ നേരെ നമ്മൾ ട്രെയിനിലേക്ക് കയറാൻ വേണ്ടിയിട്ട് മടങ്ങുകയാണ്. ഫസ്റ്റ് തന്നെ നമ്മൾ മെട്രോ ട്രെയിൻ തന്നെയാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. നമുക്ക് തിരിച്ചു പോകാനുള്ള ട്രെയിൻ ഫുൾ റിസർവ്ഡ് ആയിരുന്നു. സ്ലീപ്പേഴ്സ് ആയിക്കോട്ടെ ജനറൽ ആയിക്കോട്ടെ നമുക്ക് ഇരിക്കാനുള്ള സീറ്റൊന്നുമില്ല, നിൽക്കുക എന്നുള്ളതേ ഓപ്ഷനുള്ളൂ. പക്ഷേ എല്ലാ മനുഷ്യർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് അവിടെ ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിലെത്തുന്നവരെ ഇരുന്ന് തന്നെയായിരുന്നു ട്രാവൽ ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ ഫ്രം ഷിറൻ സ്റ്റോക്ക്.